हरे कृष्ण। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपगदामख्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं राधाकृष्णपादान् सहगणललिता श्रीविशाखानितां विष्णुपादाय श्रीमते भक्तिवेदांत स्वामी नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेषा शून्यवादी पाशातिशरणे हे कृष्ण करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांत राधा कांत नमोस्ते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री गदाधर श्रीवासादि गौर भक्त वृंदाम। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्याय नाम्ने गौरतिशे नमः। നമുക്ക് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 17 ശ്ലോകം 57 മുതൽ തുടങ്ങാം. നമുക്ക് മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ ശ്ലോകം 57 58. श्रीवास पंडितेरा स्थाने अचे अपरता तथा यहाँ तेन्हो यदि करेण प्रसादम तबे तोरा हबे ए पाप विमोचन यदि पुनः ऐसे नहीं कर आचरण. ശിവസ പണ്ഡിതര ശിവസ് ഠാക്കൂറിന്റെ സ്ഥാനെ പാദങ്ങളിൽ അച്ഛേ ഉണ്ട് അപരാധ തെറ്റ് തഥാ അവിടെ യാഹ പോവുക തേൻഹോ അവൻ യതി എങ്കിൽ കരേന ചെയ്യുക പ്രസാദ അനുഗ്രഹങ്ങൾ തബെ അപ്പോൾ തോര നിന്റെ ഹബെ ഉണ്ടായിരിക്കും ഏ ഇത് പാപമോചനം യതി എങ്കിൽ പുന വീണ്ടും അയച്ചേ അത്തരം നാഹീകര ചെയ്യരുത് ആചാരം പെരുമാറ്റം. വിവർത്തനം വിശ്വപ്രഭുപാദ് നീ ശ്രീവാസ് ഠാക്കൂറിനോട് അപരാധം ചെയ്തു. മഹാപ്രഭു പറഞ്ഞു, നീ ആദ്യം അവിടെ പോയി അദ്ദേഹത്തിന്റെ കാരുണ്യം യാചിക്കണം. അദ്ദേഹം നിനക്ക് അനുഗ്രഹം നൽകുകയും നീ വീണ്ടും അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ നീ പാപപ്രതികരണങ്ങളിൽ നിന്നും മുക്തനാകും. പാപപ്രതികരണങ്ങളിൽ നിന്നും മുക്തനാകും. ശ്ലോകം 59. താപേ വിപ്രാലൈല ആസി ശ്രീവാസ ശരണ താൻഹര കൃപായ ഹൈല പാപ വിമോചന. തബേ പിന്നീട് വിപ്രൻ ഗോപാല ചപലൻ ല ഇല അഭയം തേടി ആസി വരുന്നു ശ്രീവാസ ശിവസ് ഠാക്കൂർ ശരണം താൻഹാര കൃപായ അദ്ദേഹത്തിന്റെ കാരണത്താൽ ഹൈല ആയിത്തീർന്നു പാപവിമോചനം. വിവർത്തനം. അനന്തരം ഗോപാല ചപലൻ ശ്രീവാസ് ഠാക്കൂറിനെ ചെന്ന് കാണുകയും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുകയും ശിവസ് ഠാക്കൂർ അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ അവനെ എല്ലാ പാപപ്രതികളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യും എന്ന് പറയാം. ശ്ലോകം. അപ്പോ നമ്മൾ ഇത്ര ദിവസം ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്നലെ വരെ എന്തായിരുന്നു? ഗോപാൽ ചപല അല്ലെ. ഗോപാൽ ചപല എന്തൊക്കെയാണ് മഹാവൈഷ്ണവനായിട്ടുള്ള ശിവസ് ഠാക്കൂറിനെതിരായിട്ട് ചെയ്തത്, അതിന്റെ പ്രതിപ്രവർത്തനം അല്ലെ പ്രതികരണം, അതിന്റെ എന്താ റിയാക്ഷൻ, പ്രതിപ്രവർത്തനം എന്തായിട്ട് വന്നു. അപ്പൊ അതിന്റെ പാപം മോചനത്തിന് വേണ്ടി അന്ന് മുക്തി നേടുക ഈ പാപത്തിൽ നിന്നുള്ളത് ചോദിച്ചു മഹാപ്രഭുവിന്റെ പാദങ്ങളിലേക്ക് വരുമ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, നീ ഏത് വൈഷ്ണവനാണോ അപരാധം ചെയ്ത് ആ വൈഷ്ണവനോട് യാചിക്കുക, അദ്ദേഹം കാരുണ്യം ചൊരിഞ്ഞാൽ നിനക്ക് അതിന്റെ ശാവമോക്ഷം അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് വിമുക്തി വിടുതൽ നിനക്ക് കിട്ടും എന്ന് മഹാപ്രഭു പറയാണ്. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാനെതിരെ അപരാധം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അതൊക്കെ ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും അല്ലെ. നമ്മുടെ ശിശുപാലന്റെ കാര്യം തന്നെ അറിയാം. ഓരോ 100 തികയുന്നത് വരെയും തൊട്ടുമുമ്പ് ഭഗവാൻ ക്ഷമിക്കും അല്ലെ. പക്ഷെ ഭഗവാന്റെ
ഭക്തന്മാരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അതിന് പരിഹാരം വേറെ എന്ത് പരിഹാരം ചെയ്താലും നമ്മൾ എത്ര വലിയ ജ്യോത്സ്യനെ കണ്ട് എത്ര വലിയ പരിഹാരം നോക്കിയാലും പൂർണ്ണമായിട്ടൊന്നും അതിനുള്ള പരിഹാരം കിട്ടുകയില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് അദ്ദേഹം ഭഗവാനാണ്, പക്ഷെ അദ്ദേഹത്തിന് വേണമെങ്കിലും എന്താ പറയാ ശരിയാക്കി കൊടുക്കാം, പക്ഷെ ഭഗവാൻ അത് ചെയ്യില്ല. സ്വന്തം ഭക്തന്മാരെ അത്രമാത്രം ഭഗവാന് പ്രാണനാണ്. ഓരോ ഭക്തന്മാരുടെയും ഹൃദയത്തില് ഭഗവാൻ ഇങ്ങനെ വസിക്കുകയാണ്. അപ്പോ ഭഗവാന് സദാ ചുമന്നു നടക്കുന്ന ഈ ഭക്തന്മാർക്കെതിരായിട്ട് എന്തെങ്കിലും അപരാധം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ പോലും അത് ക്ഷമിക്കില്ല. പിന്നെ ഒറ്റ ഒരു വഴി എന്ന് വെച്ചാല് ഈ ആരെയാണോ നമ്മൾ അപരാധം ചെയ്തത് ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ മാപ്പ് ചോദിക്കുക. ആ വൈഷ്ണവൻ മനസ്സിന്റെ ആ നീറ്റൽ മാറി അദ്ദേഹം നമുക്ക് മാപ്പ് തന്നു അല്ലെങ്കിൽ ക്ഷമിച്ചു എന്ന് പറയുന്നിടത്തോളം കാലം നമുക്ക് മുക്തി കിട്ടില്ല. എന്നാണ് അദ്ദേഹം മനസ്സുകൊണ്ട് ആ വിഷമത്തിനൊക്കെ മാറി സ്വയം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മാത്രം നമുക്ക് അതൊന്നൊരു വിടുതൽ കിട്ടും. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട് ഇത്, ഭക്തന്മാരെ നിന്ദിക്കാറുണ്ട്. നമ്മൾ ഇന്നും രാവിലെ മംഗളാരതി കഴിഞ്ഞിട്ട് നാമാപരാധങ്ങൾ പറഞ്ഞു, 10 അപരാധങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഒന്നാമത്തെ നാമാപരാധം എന്താണ്? ഹരേ കൃഷ്ണ, ആർക്കെങ്കിലും അറിയാമോ? ഭഗവാന്റെ സേവനത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ച ഭക്തന്മാരെ നിന്ദിക്കരുത്. അതെ, അത് അറിഞ്ഞോ അറിയാതെ ചെയ്തു കഴിഞ്ഞാല് അതിന് വലിയൊരു അപരാധമാണ്. അപരാധ എന്ന് വെച്ചാൽ എന്താണ്? അപരാധ, രാധ ഇല്ലാത്ത അവസ്ഥ. രാധ എന്ന് വെച്ചാൽ ഭഗവാന്റെ കൃപ അല്ലേ, ഭഗവാന്റെ ആ ശക്തി ആയിട്ടുള്ള രാധാറാണിയുടെ കൃപ ഇല്ലാതെ മാറുന്ന അവസ്ഥയാണ് അപരാധ എന്ന് പറയുന്നത്. അപരാധ. അപ്പം വൈഷ്ണവർക്കെതിരെ നമ്മുടെ ഏക ആശ്രയം ഭഗവാന്റെ ശക്തിയായിട്ടുള്ള രാധാറാണിയുടെ കൃപ കൊണ്ടാണ് നമ്മൾ ഈ സേവനമൊക്കെ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഹരേ കൃഷ്ണ മാത്രം ജപിക്കുന്നതും രാധാറാണി വിളിച്ച് നമ്മൾ അപേക്ഷിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തന്മാർക്കെതിരായിട്ട് നമ്മൾ അപരാധം ചെയ്തു കഴിഞ്ഞാൽ രാധാറാണിയുടെ കൃപ നമ്മളിൽ നിന്ന് പോകും, നമുക്ക് ആ കൃപ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു വൈഷ്ണവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വളരെ 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 മുൻകരുതലോട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഭക്തന്മാർ തമ്മിൽ പണമിടപാടുകള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാക്സിമം ചെയ്യാതിരിക്കുക നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരാൾക്ക് സഹായിക്കാം നമുക്ക് തിരിച്ചു വേണ്ടെന്നുള്ള രീതിയിൽ, പക്ഷെ വലിയ എമൗണ്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ടും അപ്പോൾ ഈ വൈഷ്ണവർ അങ്ങോട്ട് പരസ്പരം പറയുന്നത് തന്നെ ഒരു വൈഷ്ണവരതാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ എന്താ പറയാ വലിയൊരു മത്ത ഗജ അപരാധമാണ്. അപരാധങ്ങളുടെ എല്ലാം അമ്മയായിട്ടാണ് പറയപ്പെടുന്നത് വൈഷ്ണവരാധന. അപ്പൊ ആ വൈഷ്ണവരാധം നമ്മൾ അതൊന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം എപ്പോഴും. അറിഞ്ഞോ അറിയാതെ ചെയ്തപ്പോൾ എന്നെ എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഒരിക്കലും സനാതന ഗോസ്വാമി രാധാകൃഷ്ണ ലീലകൾ ഇങ്ങനെ വായിച്ച് അതിനെ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൃന്ദാവനത്തിലെ ഒരു മുടന്തനായിട്ടുള്ള ബ്രാഹ്മണൻ അവിടെ എല്ലാവർക്കും അറിയുന്ന കഥ സംഭവമാണതെങ്കിൽ ഞാൻ പറയാം. നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ചിരിക്കും, കാരണം പക്ഷേ സനാതൻ ഗോസ്വാമി അല്ല, രൂപഗോസ്വാമിയാണ് എൻ്റെ ഓർമ്മ. രൂപഗോസ്വാമി അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വായിച്ചിങ്ങനെ ആനന്ദിക്കുകയാണ്, ഭഗവാൻ ലീലകൾ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. പക്ഷെ രാധാകൃഷ്ണന്റെ ലീലകൾ എന്ന് പറയുന്നത് അത്യന്തം മാധുര്യമുള്ളതും ചില സമയത്ത് വളരെ തമാശയുള്ളതും ഒക്കെയാണ് ഭഗവാൻ രാധാറാണികൾ ചെയ്യുന്നത്. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് ഉള്ള സമയങ്ങളിൽ ഈ ഒരു ആനന്ദം കിട്ടുന്നില്ല, ആ രാധാകൃഷ്ണൻ ലീല മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. ഒരു എന്ത് ചെയ്തു അങ്ങനെ അതിന് അറിയാം, മഹാപണ്ഡിതനല്ലേ ഭഗവാൻ, മഹാപ്രഭുവിന്റെ വളരെ അടുത്ത അസോസിയേറ്റ് ആണ്, വളരെ പാർഷദനാണ്, അന്തരംഗ ഭക്തന്മാരിൽപ്പെട്ട ആളല്ല, ശിഷ്യനും കൂടെയാണ്. അപ്പോൾ മഹാപ്രഭു ഈ രൂപഗോസ്വാമി സനാതന ഗോസ്വാമി പറയും, ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി, അപ്പം എനിക്കങ്ങനെ പറ്റില്ല. അപ്പൊ അദ്ദേഹം ചോദിക്കും, നീ ഏതെങ്കിലും വൈഷ്ണവ അപരാധം ചെയ്തിട്ടുണ്ടോ? അപ്പം ഒരിക്കലും ഇവർ അങ്ങനെ ഒരു അപരാധം ചെയ്യുന്നവരല്ല. പക്ഷെ ഇങ്ങനെ ഒരു കാരണം വരണമെങ്കിൽ അതിന്റെ കാരണം, ഇങ്ങനെ സംഭവം വരണമെങ്കിൽ അതിന്റെ കാരണം വൈഷ്ണവപരം തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. ഉപായം പറഞ്ഞു കൊടുത്തു. ആ പരിസരത്തുള്ള എല്ലാ ഭക്തന്മാരെയും വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കുക, സദ്യ, പ്രസാദ സദ്യ. ആര് വരുന്നില്ലയോ അദ്ദേഹത്തിനായിരിക്കും നീ അപരാധം ചെയ്തത്, അദ്ദേഹത്തിനായിരിക്കും വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സദ്യ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്, പ്രസാദ വിതരണം.
പക്ഷെ നോക്കുമ്പോൾ ഒരാൾ മാത്രം വരില്ല. അപ്പോൾ ഇത് മനസ്സിലായി, ഇദ്ദേഹത്തിനാണ് ഞാൻ ഒഫൻഡ് ചെയ്തെന്നുള്ളതിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ച് ക്ഷമയാചിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒഫൻസ് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ക്ഷമയാചിക്കുമ്പോൾ അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് എങ്ങനെ അപരാധം ചെയ്തെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇങ്ങനെ സംഭവിച്ചു, ക്ഷമിക്കണം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നടന്നു പോയപ്പോൾ മുടന്തിപടന്ന് പോയപ്പോൾ എന്നെ നോക്കി എല്ലാവരും കളിയാക്കും. അപ്പോൾ അങ്ങേപോലെ മഹാഭക്തനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള അങ്ങോട്ട് എന്നെ കളിയാക്കിയെന്നാണ് എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ കൂടെ അപ്പൊ എന്നിട്ടും അപ്പൊ അദ്ദേഹം മാപ്പ് ചോദിക്കണം, ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും എന്താ പറയാ അങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ അത് അവർ പിരിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളും ഭഗവാന്റെ ഭക്തന്മാർക്കെതിരായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അവരെ കുറ്റം പറയുക ആവശ്യമില്ലാതെ, നമ്മളുടെ ത്വരയാണ് അത്. നമ്മൾ മുമ്പ് ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്താ പറയുക ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, പെട്ടെന്ന് നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ എങ്കിലും നമ്മൾ പരമാവധി നമ്മളത് ഒഴിഞ്ഞിക്കണം. സ്വന്തം ഭാര്യ ആയാലും മക്കളായാലും വീട്ടിലുള്ള ബന്ധുക്കളായാലും ഡിവോട്ടീസ് ആണെങ്കിൽ അവരെ ആരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, അവരെ എന്താ പറയാ ആരെ നമ്മൾ അവമാനിക്കാൻ പാടില്ല. എസ്പെഷ്യലി വൈഷ്ണവരായിട്ടുള്ളവരെ ഒരിക്കലും നമ്മൾ അങ്ങനെ എന്താ പറയാ ഉപദ്രവിക്കാൻ പാടില്ല, മനസ്സ് വിഷമിപ്പിക്കാനും പാടില്ല, അല്ലെ? ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖിയാണ്. അതുകൊണ്ടാണ് ശിവാസ് ഠാക്കൂർ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കുമ്പോൾ അദ്ദേഹം മാപ്പ് കൊടുക്കുന്നുണ്ട്, അല്ലെ? അദ്ദേഹം വൈരാഗ്യം വെക്കുന്നില്ല, അത് ശരിയായെന്നും പറയുന്നുണ്ട്. അപ്പോ വൈഷ്ണവന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ വെണ്ണ പോലെയാണ്, അത് പെട്ടെന്ന് ഉരുകും. ആരുടെങ്കിലും ദുഃഖം ദുരിതം കണ്ടു കഴിഞ്ഞാൽ ഉടനെ മനസ്സലിയും. അതാണ് എന്താ പറയാ വൈഷ്ണവ ദുഃഖി എന്ന് പറയുന്നത് അതാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ മെറ്റീരിയൽ വേൾഡിൽ ഈ ഭൗതിലോകത്ത് കാണുന്ന എല്ലാവരും ദുഃഖ സുഖികളാണ്. മറ്റുള്ളവന് എന്ത് ദുഃഖം ഉണ്ടാവാം, അല്ലെ? മറ്റുള്ളവൻ എന്തൊക്കെ ദുരിതം വരുന്നത് അതിനെ നമ്മൾ പബ്ലിഷ് ചെയ്ത് 10 പേർക്ക് ഷെയർ ചെയ്ത്, അല്ലെ? അവൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിട്ട് അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്നത്. പക്ഷെ ഒരു വൈഷ്ണവൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എല്ലാവരോടും കാരുണ്യവും സ്നേഹവും ദയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു വൈഷ്ണവൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ വൈഷ്ണവ ജന തോ തേനെ കഹിയജ് പീഡ് പരായി ജാനേ രേ. കേട്ടിട്ടുണ്ട് ആരെങ്കിലും? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ സോങ്? എത്ര പേര് കേട്ടിട്ടുണ്ട്? നമ്മള് മഹാത്മാഗാന്ധിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് പ്രഭു. ആർക്കെങ്കിലും പാടാമോ അതൊന്ന് 2-3 വരി? ഞാൻ അത്ര പാടുന്ന ആളല്ല, അതുകൊണ്ട് ആരെങ്കിലും പാടി നന്നായിരുന്നു. പാടുന്നില്ല, അപ്പൊ ഞാൻ തന്നെ പാടാം. വൈഷ്ണവ ജന തോ തേനെ കഹിയജ് പീഠ് പരായി ജാനി രേ. വൈഷ്ണവ ജനത എന്ന് പറഞ്ഞ വൈഷ്ണവൻ എന്ന് പറഞ്ഞ ആരാണ്? മറ്റുള്ളവരുടെ പീഡ ദുഃഖങ്ങളില് വൈഷ്ണവ ജനത്തു തെന്നെ കഹിച്ച്. ആരെയാണ് വൈഷ്ണവൻ എന്ന് പറയുന്നത്? മറ്റുള്ളവരുടെ പീഡ ദുരിതങ്ങളിൽ ദുഃഖിക്കുന്നവൻ അല്ല പങ്കുചേരുന്നവൻ, അവരെ സഹായിക്കുന്നവനാണ് ശരിക്കും ഒരു ശരിയായിട്ടുള്ള വൈഷ്ണവൻ എന്ന് പറയുന്നത്. ഈ സോങ് വളരെ വലിയ സോങ്ങാണ്, ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ഇത് എഴുതിയത് ആരാണെന്ന് അറിയാമോ? എഴുതിയ ആരാണ്? ഗാന്ധിജി അല്ല, വേറെ ഒരാളാണ് എഴുതിയത്. ആരാണത്? കൃഷ്ണ. ആരാണ് എഴുതിയത്? ഇതിന്റെ കർത്താവ് ആരാണ്? ഈ കൃതിയുടെ കർത്താവ് ആരാണ്? അറിയാമോ? അറിയില്ല. ഭക്തോത്തമനായിരുന്ന നരസിംഹ മേത്ത എന്ന് പറഞ്ഞ വളരെ അതിപ്രശസ്തനായിട്ടുള്ള ഗുജറാത്തിൽ നിന്നുള്ള ഒരു ഭക്തനായിരുന്നു. ഗുജറാത്തിൽ നമ്മൾ അധികം ഭക്തന്മാരെ പറ്റിയും കേട്ടിട്ടില്ല. പണ്ഡർപൂരിൽ മറ്റേ സൗത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഭക്തന്മാരെ പറ്റി കേൾക്കാറുണ്ട്, ആചാര്യന്മാരെ പറ്റിയൊക്കെ ഭക്തന്മാരെ കേൾക്കാറുണ്ട്. പക്ഷെ ഗുജറാത്തിൽ നമ്മൾ അധികം കേൾക്കാറില്ല. അവിടെ നിന്ന് ഏറ്റവും അതിപ്രശസ്തനായിട്ടുള്ള ഒരു മഹാഭക്തനായിരുന്നു നരസിംഹ മേത്ത. 5 വയസ്സ് മറ്റുള്ളപ്പോഴേ മഹാദേവ് നേരിട്ട് കൊണ്ടുപോയി രാസലീല കാണിച്ചു കൊടുത്ത വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ അദ്ദേഹം എഴുതിയ കൃതിയാണ്. അദ്ദേഹം സ്വന്തം ലൈഫ്, അതായത് നമ്മൾ ചുമ്മാ കവിത എഴുതാൻ വേണ്ടി ഇന്നത്തെ പോലെ ഇങ്ങനെ അവാർഡ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടി എഴുതിയ കവിതയല്ല, സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയ കവിതയാണ് വൈഷ്ണവ ജനത്തോ തേനെ കഹി. അദ്ദേഹം ഒരുപാട് പറയുന്നുണ്ട്, ജീഫിനെ കാട്ടി അസത്തിനെ പോലെ. അങ്ങനെ ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റീസ് എന്തായാലും നന്നായിട്ട് സ്വന്തം ജീവിതത്തിൽ നിന്ന് അതൊക്കെ ഉണ്ടായി. ആ അനുഭവം
ആ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ്. ജീവിതത്തിൽ അത് അനുഷ്ഠിച്ച ശേഷമാണ് അത് എഴുതിയത്. വെറുതെ അങ്ങനെ എഴുതാൻ വേണ്ടി എഴുതിയതല്ല. അപ്പോ ഇതാണ് വൈഷ്ണവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവരെല്ലാവരോടും കൃപയും ദയയും, ഒരു ഉറുമ്പിനോട് പോലും ദയ കാണിക്കുന്ന ആളായിരിക്കണം ഈ വൈഷ്ണവൻ എന്നാ. അപ്പൊ ഒരു ഭഗവാന്റെ ഭക്തനെ ശരണം പ്രാപിച്ച ഭക്തനെ പറ്റിയപ്പോ എത്രത്തോളം നമ്മൾ കെയർഫുൾ ആയിട്ട് നമ്മൾ പെരുമാറണം അവരോട്, അല്ലേ? ഒരു മനസ്സുകൊണ്ട് നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു കത്തി കൊണ്ടുണ്ടായ മുറിവ് മരുന്ന് കൊണ്ടോ ഓയിൻമെന്റ് കൊണ്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും, സ്റ്റിച്ചിട്ടാലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ഹൃദയത്തിൽ വാക്കുകൾ കൊണ്ടുണ്ടാവുന്ന മുറിവ് അത് എത്ര കാലം കഴിഞ്ഞാലും അത് മാറ്റാൻ വലിയ പാടാണ്. ആരുടെ ഹൃദയത്തിൽ മുറിവ് ഏൽപ്പിക്കരുത് നമ്മൾ. പിന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന വരില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും വളരെ എല്ലാ വ്യവഹാരങ്ങളിലും നമ്മൾ വളരെ 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 ശ്രദ്ധിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പും, അല്ലെ, ഓരോ സ്റ്റെപ്പും നമ്മൾ വളരെ, നമ്മളൊരു കാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഈ ഭൗതികലോകത്ത് നടക്കേണ്ടത്, അല്ലേ? ഘോര വനമാണ്. അപ്പൊ ഓരോ സ്റ്റെപ്പ് നമ്മൾ നോക്കി നോക്കി എവിടെ നിന്ന് കടുവ വരും, എവിടെ നിന്ന് സിംഹം വരും, അല്ലേ? നമുക്ക് നോക്കി എവിടെ നിന്ന് പാമ്പ് വരും, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ നടക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ഇത് വളരെ വളരെ ഈ ഭക്തിയുടെ മാർഗത്തിൽ നമ്മൾ നടക്കുമ്പോൾ ഭൗതികലോകത്താണ് നമ്മൾ വളരെ സൂക്ഷിക്കണം. വൈഷ്ണവപരത്ത് നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. കാരണം ഒരു ചെറിയൊരു ഇതും കൂടെ പറയാം, ഒരു ചെറിയൊരു സംഭവകഥ ഇവിടെ പറയാം. എത്ര പേര് കേട്ടിട്ടുണ്ട് കൂരത്താഴ്വാർ അല്ലെങ്കിൽ കൂരേശൻ എന്ന് കേട്ടിട്ടുണ്ട്? എത്ര പേര് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ടോ? കൂരത്താഴ്വാർ അല്ലെങ്കിൽ കൂരേശൻ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ശ്രീരംഗത്തൊക്കെ പോലുണ്ട്, കേട്ടിട്ടുണ്ടാവും. ശ്രീവേഷ സമ്പ്രദായത്തില് ശ്രീ രാമാനുജാചാര്യരുടെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു കൂരത്താഴ്വാർ അല്ലെ കൂരേശൻ. കൂവരം എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിന് തന്നെ അധിപനായിരുന്നു അദ്ദേഹം. ദിവസവും 1000 സ്വർണ്ണ ഇലകളിലാണ് അദ്ദേഹം, ആ മിനിമം 1000 പേർക്ക് അദ്ദേഹം പ്രസാദം കൊടുക്കുമായിരുന്നൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒന്നും വേണ്ട എനിക്കെന്ന് ഇട്ടിട്ട് അദ്ദേഹവും ഭാര്യയും കൂടെ രാമാനുജാചാര്യരെ നോക്കി അദ്ദേഹത്തിനെ കാണാനായിട്ട് ശ്രീരംഗത്ത് പോകണം. എല്ലാം സ്വന്തം പദവികളൊക്കെ ഉപേക്ഷിച്ച്, എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ച്, എല്ലാം വിതരണം ചെയ്തിട്ട് വെറും കൈയോടെയാണ് പോവാൻ പറയുന്നത്. പക്ഷേ കാട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഭാര്യ ചോദിക്കും, ഇവിടെ കള്ളന്മാരെല്ലാം ഉണ്ടോ എന്താ കാട്ടിൽ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും, മടിയിൽ കനമുള്ളവനെ കള്ളനെ ഭയക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയും. നിന്റെ കയ്യിൽ ഉണ്ടോ? അപ്പം ഈ സ്ത്രീ പതിവ്രതരത്നം ആയതുകൊണ്ട് ഭർത്താവിന് എവിടെന്നെങ്കിലും വെള്ളം കുടിക്കേണ്ടി വന്ന ഒരു ഗ്ലാസ് വേണമല്ലോ വെച്ചിട്ടൊരു പിത്തള ഗ്ലാസോ സ്വർണ്ണ ഗ്ലാസ് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് വരും. ഇങ്ങനെ ഭർത്താവിനായിട്ടാണ് വെള്ളം കുടിക്കാനുള്ള പാത്രം. അദ്ദേഹം ഇത് മേടിച്ച് അതും കൂടാൻ കുറ്റിക്കാട്ടിലും കറിയും. ഇപ്പൊ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പേടിയൊന്നുമില്ലല്ലോ? പറയും, ഇല്ല, ഇപ്പൊ പേടിയൊന്നുമില്ല. മടിയിൽ കനമുള്ളവനെ ഭയക്കണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ മടിയിലൊന്നുമില്ല, ഇപ്പൊ കളവർ ഭയവും ഇല്ല എന്ന് പറയും. അങ്ങനെ ഇവര് നടന്ന് ആചാര്യനെ കണ്ടുമുട്ടുന്നു. ആചാര്യൻ അവർക്ക് വളരെ സേവനങ്ങളൊക്കെ കൊടുക്കുന്നു. ആ സമയത്താണ് അവിടുത്തെ രാജാവ് കൃമികണ്ഠൻ, അല്ലെ, കൃമികണ്ഠ ഭോജനം, കൃമികണ്ഠ രാജാവ്. അല്ല, പേര് കൃമികണ്ഠൽ വേറെ പേരാണ്. പക്ഷെ അദ്ദേഹം നമ്മൾ മുമ്പൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ ദശാവതാരം, പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ എങ്ങനെയാണ് ഈ ശൈവ വൈഷ്ണവ സംഘടനയൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെന്ന് മത്സരമാണ്, ആരാണ് പരമപുരുഷൻ എന്നുള്ളതിൽ മത്സരവും, ഒരു കൂട്ടി ശക്തിയും അധികാരമുള്ള ആൾക്കാർ മറ്റാൾക്കാരെ കൊല്ലുന്നതൊക്കെ ആയിട്ടുള്ള പല നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പറയും, ഇദ്ദേഹം രാമാനുജാചാര്യാണ് ഇതൊക്കെ ശ്രീ വൈഷ്ണവിസം അല്ലെങ്കിൽ വൈഷ്ണവ സമ്പ്രദായം അന്ന് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ രാമാനുജാചാര്യരെ പിടിച്ചിട്ട് തടവിലിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ എന്താ പറയാ, സിദ്ധാന്തം ജയിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം ആളെ വിട്ട് ആചാര്യനെ പിടിച്ചുകൊണ്ടുവരാൻ ഏൽപ്പിക്കുന്നുണ്ട്, പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോ ഈ ഗുരുവിന്റെ വസ്ത്രമൊക്കെ എടുത്തിട്ടിട്ട് കൂരേശൻ, ഗൃഹസ്ഥൻ, അപ്പൊ വെള്ള വസ്ത്രമാണല്ലോ, കൂരേശനിൽ കൂരത്താഴ്വാറ് ആ വസ്ത്രം എടുത്തിട്ടിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് സ്വന്തം വെള്ള വസ്ത്രം കൊടുത്തിട്ട് ആചാര്യനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിക്കും. കാരണം രാമാനുജാചാര്യ ഉണ്ടെങ്കിൽ ബാക്കി സമ്പ്രദായവും ഈ ഒരു സിദ്ധാന്തവും എല്ലായിടത്തും പ്രചരിപ്പിക്കാൻ പറ്റും. അപ്പം ആ സമയത്ത് രാമാനുജാചാര്യന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സിദ്ധാന്തം വിജയിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം 12 വർഷത്തോളമാണ് അദ്ദേഹം മേൽക്കോട്ടയിൽ പോയിട്ട് ഇരുന്നെന്നാണ് പറയുന്നത്. ഈ സമയത്തിനിടയ്ക്ക് രാജഭടന്മാർ വന്ന് വരെയും ഒക്കെ പിടിച്ചോണ്ട് പോയിട്ട് പറയാണ്, നാരായണനല്ല മഹാദേവനാണ് പരമപുരുഷൻ എഴുത്തരണം എന്നൊക്കെ പറഞ്ഞത്. അന്നത്തെ കാലഘട്ടത്തിലുള്ള സാഹചര്യം നമ്മൾ പതൊട്ടൊന്നും പതിനെട്ടുമുണ്ടെങ്കിലും ആ ഒരു സംഘടനത്തിൽ അദ്ദേഹം എഴുതി കൊടുക്കാൻ തയ്യാറായില്ല. എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇരുമ്പ് കമ്പി വഴിപ്പിച്ച് 2 കണ്ണും കുത്തി പൊട്ടിക്കുന്നുണ്ട്. പിന്നെ മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹം രാമാനുജനല്ല എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഈ ഇദ്ദേഹത്തിനെ ഉപദ്രവിച്ച ഈ പരം വൈഷ്ണവനെ ഉപദ്രവിച്ച രാജാവിന്റെ കഴുത്തിൽ കൃമികണ്ഠം, ഖണ്ഡം വെച്ച കഴുത്ത്, കൃമി എന്ന് വെച്ചാൽ കഴുത്ത് വ്രണമായി പുഴുത്താണ് അദ്ദേഹം മരിക്കുന്നത്. കൃമികണ്ഠ രാജാവ് എന്ന് പറയുന്നത്. അപ്പൊ കൃമികണ്ഠ പാണ്ഡ്യനോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. കൃമികണ്ഠ പാണ്ഡ്യൻ, കൃമികണ്ഠൻ എന്നൊരു പേരുണ്ട് ഉറപ്പായിട്ട്. കഴുത്തിൽ വ്രണം പുഴുവരിച്ച് ആണ് അദ്ദേഹത്തിന്റെ അവസാനം. അപ്പോൾ ഒരു വൈഷ്ണവൻ എത്രത്തോളം ഉപദ്രവിച്ച്, അല്ലെ, നമ്മളൊരു വാക്കുകൊണ്ട് പറയുന്നത് തന്നെ വലിയ റിയാക്ഷൻ വരുമെങ്കിൽ ദേഹോപദ്രം ചെയ്ത് ഞാൻ, അല്ലെ, കണ്ണ് കുത്തി പൊട്ടിക്കുന്നത് എന്തുമാത്രം അപരാധമാണ്, അല്ലെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാമാനുജാചാര്യർ അദ്ദേഹത്തിനോട് പറയും. രാമാനുജാചാര്യർ പിന്നെ വരുന്നു, ഈ രാജാവൊക്കെ പോയി പ്രശ്നങ്ങളൊക്കെ തീർന്നെല്ലാം ഒരു 12 വർഷത്തിന് ശേഷം എല്ലാം ശരിയായപ്പോ ആചാര്യൻ പറയുന്നത്, ആചാര്യനെ കാണുമ്പോൾ ആചാര്യൻ പറയും, നീ പോയിട്ട് ഭഗവാനോട് നിന്റെ കണ്ണ് നീ തിരിച്ചു ചോദിക്കണം, ഭഗവാൻ തിരിച്ചു തരും. പക്ഷെ ഇദ്ദേഹത്തിന് താല്പര്യമില്ല ഭഗവാനോട് ചോദിക്കാൻ. ഭഗവാന്റെ ഒരു ആഗ്രഹം, ഭൗതികമായിട്ടുള്ള ആഗ്രഹം ചോദിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളായതുകൊണ്ട്. കാരണം ഒരു രാജകുമാരനെ പോലെ അല്ലെങ്കിൽ രാജാവിനെ പോലെ ആളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആണ് ഇങ്ങോട്ട് ഭഗവാനെ തേടി വന്നത്, അല്ലെ ഗുരുവിനെ തേടി വന്നത്. ഇനിയും പോയിട്ട് ഭഗവാന്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. അപ്പോ ആചാര്യന് മനസ്സിലായി ഇദ്ദേഹം പോയി ചോദിക്കില്ല ഒരിക്കലും. കാരണം അത്രയും ഒരു സ്നേഹവും വാത്സല്യവും ഈ ഗുരുവിന് ശിഷ്യനുണ്ട്. കാരണം സ്വന്തം ജീവൻ രക്ഷിക്കാൻ സിദ്ധാന്തത്തിന് വേണ്ടി ജീവിതം പോലും ഒഴിഞ്ഞു വെച്ച, ഗുരുവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു, അല്ലെ, അത് വേണമെങ്കിൽ ആ രാജാവ് കൊല്ലുമായിരുന്നു വേണമെങ്കിൽ. ഇത്രയും കൊണ്ടായിട്ടും കൊന്നെങ്കിൽ ഇത്രയും ദുരിതം ഉണ്ടായിരുന്നില്ല, അല്ലെ, ഒറ്റ ഇതിൽ തീരുമാനം. പക്ഷെ കണ്ണ് കുത്തി പൊട്ടിച്ചല്ലേ ആ ഒരു അവസ്ഥ. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്കിതൊക്കെ തമാശയായിട്ട് അല്ലെങ്കിൽ ഒരു കെട്ടുകഥയൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അങ്ങനെ അദ്ദേഹം ഇനി ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയും. ഭഗവാനോട് ഞാൻ പറയുമ്പോൾ പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും. എന്താണ് പറഞ്ഞേക്കുന്നത്? എന്റെ ഗുരുവിന്റെ ഒരു പ്രോപ്പർട്ടി, ഒരു വസ്തു, അത് കുറച്ച് ഡാമേജ് ആയി പോയി, അത് ശരിയാക്കി തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പറയും, ശരി, ഞാൻ ഗുരു പറയുന്നല്ലേ, ഞാൻ പോയി ചോദിച്ചോളാം, ഗുരുവിന് വേണ്ടിയല്ലേ, ഞാൻ ചോദിച്ചോളാം, കുഴപ്പമില്ല. അദ്ദേഹം പോയി ചോദിക്കുന്നതും ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം കൊടുക്കും. അങ്ങനെ ഇതിൽ കണ്ണ് തിരിച്ചിട്ട് ഞാൻ ചോദിക്കും, ഞാൻ കണ്ണ് ചോദിച്ചില്ലല്ലോ, എന്റെ ഗുരുവിന്റെ ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയത് ശരിയാക്കി തരാനല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ പറയും, അപ്പൊ ഭഗവാൻ പറയും, അത് തന്നെയാണ് നിന്റെ ഗുരുവിന്റെ, നമ്മളെല്ലാരും ഗുരുവിന്റെ പ്രോപ്പർട്ടി, നമ്മളെല്ലാം ഗുരുവിന് അവകാശപ്പെട്ട, നമ്മളെല്ലാം സത്യം പറഞ്ഞ ദീക്ഷ എടുക്കുമ്പോൾ ഗുരുവിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം ഗുരുവിനെ സഹായിക്കാനായിട്ട് നമ്മൾ ഗുരുവിന്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറുകയാണ് നമ്മൾ ആ ദീക്ഷ എടുക്കുന്ന സമയത്ത്. അപ്പോ അങ്ങനെ കണ്ണു തിരിച്ചു കിട്ടും. അപ്പോ അതിനുമുമ്പ് രാമാനുജൻ ചോദിക്കും, എന്നാൽ നിനക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്ന് പറയുമ്പോൾ പറയും, ഞാൻ ഏതോ ഒരു വൈഷ്ണവന്റെ നാമം, തിലക് വളഞ്ഞു പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇട്ടപ്പോൾ നേരെ സ്ട്രൈറ്റ് അല്ല, വളഞ്ഞു പോയി എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്റെ കണ്ണ് നഷ്ടപ്പെട്ടത്. അപ്പൊ ഒരു വൈഷ്ണവന്റെ ആ ഒരു എളിമത്വം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നതിനകത്തുനിന്ന്? ഒരു വൈഷ്ണവന്റെ, അല്ലാതെ അദ്ദേഹം വേറെ തെറ്റൊന്നും ചെയ്യാൻ സാധ്യതയില്ല, അത്രയും വലിയൊരു ശുദ്ധ ഭക്തനായിരുന്നു. അപ്പൊ അദ്ദേഹം പറയും, ഞാനൊരു വൈഷ്ണവന്റെ തിലകം കോണിപ്പോയെന്നല്ലോ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ വൈഷ്ണവപരാധത്തിന്റെ ആ ഒരു ഡെപ്ത്, ആഴം മനസ്സിലാക്കാനാണ് ഈ ഒരു സന്ദർഭം ഞാൻ പറഞ്ഞത്, ഈ ഒരു ചരിത്ര സംഭവം ഞാൻ പറഞ്ഞത്. അപ്പൊ എപ്പോഴും നമ്മള് വൈഷ്ണവപരാധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. നമ്മൾ വൈഷ്ണവന്മാരെ ഉപദ്രവിച്ചാൽ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിയാക്ഷൻ ഒരിക്കലും ഭഗവാന് കിട്ടില്ല, രാധാറാണിയുടെ അനുഗ്രഹം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഒരു ഇത് നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ ഈ പറഞ്ഞ ശ്രീവാസ് ഠാക്കൂറിനെ ഉപദ്രവിച്ച ചപ്പല ഗോപാലിന്റെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. നമുക്കറിയാം, ഇതുപോലെ തന്നെ അംബരീഷ് മാറിന്റെ ചരിത്രം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അല്ലെ. അദ്ദേഹം വ്രതം മുറിക്കുന്നു, അതിന്റെ ഒരു കോപാകുലനായിട്ട് ജഡയിൽ നിന്നും ഒരു സത്വത്തിനെ ഉണ്ടാക്കുന്നു, അതിനെ കൊല്ലും. ഭഗവാന്റെ സുദർശനം അപ്പൊ തന്നെ, ഭഗവാന്റെ ആജ്ഞയ്ക്ക് കാത്തു നിൽക്കാതെ സുദർശനം വന്ന് അതിനെ നശിപ്പിച്ച് ദുർവാസാവിനെ ഓടിക്കുകയാണ്. ദുർവാസാവ് ദ്രവങ്ങൾ എല്ലായിടത്തും പോയിട്ട് ആദ്യം ബ്രഹ്മാവിന്റെ അടുത്ത് പോകും, മഹാദേവന്റെ അടുത്ത് പോകും, ഭഗവാന്റെ അടുത്തും പോകും. ഭഗവാൻ എന്ത് പറയും? സുദർശനൻ ഈ ഒരു കാര്യത്തിൽ മാത്രം സുദർശനൻ എന്റെ കൺട്രോളിലല്ല, എന്റെ നിയന്ത്രണത്തിലല്ല. അത് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ ഭക്തന്മാർക്ക് എപ്പോൾ ആപത്തുണ്ടാവണോ അപ്പം പോകാനുള്ള അനുവാദം ആൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുവാദത്തിന് കാത്തു നിൽക്കാറില്ല സുദർശന ഈ സമയത്ത്. അങ്ങനെ അംബരീഷ് മഹാരാജാവിന്റെ അടുത്ത് തന്നെ പോയി മാപ്പ് പറഞ്ഞ ശേഷമാണ് സുദർശനചക്രം പിന്മാറിയത്. നമുക്കറിയാം, നമ്മള് പണ്ട് സ്കൂളിൽ 3 4 ഒക്കെ പഠിക്കും മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു കഥയാണ്, അല്ല, ഒരു പോർഷനാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഇപ്പൊ അത് കൊണ്ടൊന്നും എനിക്കറിയില്ല, ബുക്കുകളിലൊക്കെ അങ്ങനത്തെയൊക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാഗവതത്തിലെയോ പുരാണങ്ങളിലെയോ കഥകളൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയില്ല. അന്നൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ബുക്കുകളിൽ, മലയാളം പാഠപുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ വൈഷ്ണവരാന്ന് മാറി നിൽക്കണം. ശ്ലോകം 60. आराय का विप्रायला कीर्तना देखी दे दोरे का पाडाना पाइला भी धरेयते.
അതിനുശേഷം ഒന്ന് വാങ്ങിച്ചോണ്ടിരിക്കാം കേട്ടോ. അതിനുശേഷം എനിക്ക് കഴിഞ്ഞ് പെട്ടെന്ന് പോയി. മറ്റൊരു വിപ്രൻ നാമസങ്കീർത്തനം കാണാൻ വന്നു. പക്ഷേ വാതിൽ അടച്ചിരുന്നതിനാൽ അവന് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. മഹാപ്രഭുവിന്റെ ശ്രീവാസ് അങ്കൺ ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിലാണ് ഇവര് നാമസങ്കീർത്തനം ചെയ്യുന്നത്. വെളുക്ക് അല്ലെങ്കിൽ മണിക്കൂറുകളൊക്കെ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ കീർത്തനം തുടർന്നു പറഞ്ഞു. ആ സമയത്തൊക്കെ മഹാപ്രഭു തന്റെ അത്യത്ഭുത ലീലകളൊക്കെ കാണിക്കാറുണ്ട്. മഹാഭാവങ്ങളൊക്കെ മഹാപ്രഭു അപ്പോൾ വരാറുണ്ട്. അവർ എക്സ്റ്റസി ഒക്കെ വരാറുണ്ട്. അപ്പോൾ മഹാപ്രഭുയുടെ എക്സ്റ്റസി കണ്ട് വേറെ ആരും കണ്ട് തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ അപരാധം പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ അപരാധം പറഞ്ഞാലോ ചിന്തിച്ചാൽ പോലും അവർക്ക് ദോഷമാണ്. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാപ്രഭു വാതിലടയ്ക്കുന്നത്. മഹാപ്രഭുവിന്റെ കീർത്തനം തുടങ്ങിയ വാതിലടയ്ക്കും. ആർക്കും പിന്നെ പ്രവേശനം. അത്രയും അന്തരംഗ ഭക്തന്മാർക്ക് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബ്രാഹ്മണനോട് എത്തിയപ്പോൾ വാതിലടച്ചു, കയറാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത് അല്ലെ, അഭിഷേകം നടക്കുന്ന സമയത്ത് നമ്മുടെ ടെമ്പിളിലും തിരക്കൂടുമ്പോൾ വാതിൽ അടച്ചു വെക്കാറുണ്ട് ചില സമയങ്ങളിൽ. മുന്നിൽ കൂടെ മാത്രമേ വരാൻ പറ്റും, സൈഡിൽ വാതിൽ അടച്ചു വെക്കും. അപ്പം പല ഭക്തന്മാരും ദേഷ്യപ്പെടുന്നതും സങ്കടപ്പെടുന്നതും കാണാറുണ്ട്. നമ്മൾ എന്താ കേട്ടതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇവിടെ അങ്ങനെ സംഭവിച്ചു. ഇവിടെ മൊത്തത്തിൽ അടച്ചു, ആർക്കും കയറാൻ പറ്റാം. അത് അത്രയും അന്തരംഗ ഭക്തന്മാർ അത് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം ശ്രീ ചൈതന്യ ലീല എന്ന് പറയുന്നത് എല്ലാ ഭക്തന്മാർക്കും അങ്ങനെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റുന്ന അല്ല. ഭാഗവതം പോലും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കുറേ പേർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചൈതന്യ ലീല മനസ്സിലാക്കാനും മഹാപ്രഭുവിന്റെ ഒരു ഗുരുവിന്റെയും ഒരു ഗുരു ഗൗരംഗ കൃപ പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഇവിടെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ലോജിക്കും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഇതൊക്കെ നമ്മളിത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ശ്ലോകം 61. ഫിരിഗോല വിപ്രാഘരെ മനെ ദുഃഖ പായ ആരാധിന പ്രഭുക്കെ കഹേ ഗംഗായ ലാഗ പായ. ഫിരിഗല തിരിച്ചുപോയി, ലിപ്ര ബ്രാഹ്മണൻ, ഖരെ വീട്ടിലേക്ക്, മനെ മനസ്സിൽ, ദുഃഖം, പായ ലഭിക്കുക, ആരാധന അടുത്ത ദിവസം, പ്രഭുക്കെ ഭഗവാനോട്, കഹേ പറഞ്ഞു, ഗംഗായ ഗംഗയുടെ തീരത്ത്, ലാഗ സ്പർശിച്ചു, പായ ലഭിക്കുക. വിവർത്തനം: അയാൾ ദുഃഖിതനായി മടങ്ങിപ്പോയി. അടുത്ത ദിവസം അയാൾ ഗംഗാതീരത്ത് മഹാപ്രഭുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഈ ബ്രാഹ്മണന് വളരെ വിഷമമുണ്ടായി. മഹാപ്രഭുവിനോട് കീർത്തി നടത്തുന്ന ആൾ അപ്പോൾ നേരിട്ട് കണ്ട് പരാതി പറയാൻ വരികയാണ്. ശ്ലോകം 62. ശാപി ബഹതോ മാരാമുയി പായ ചീമനോ ദുഃഖ പായിദ ചിണ്ടിയ ശാപേ പ്രചണ്ഡ ദുർമുഖം. ശബല ഞാൻ ശപിക്കും, തൊമാരെ നിങ്ങളെ, മുയി ഞാൻ, പായാച്ചി എനിക്കുണ്ടായി, മനദുഃഖ വളരെ മനോദുഃഖം, പായിത പോണുന്നുൽ, ചിണ്ടിയ പൊട്ടിക്കുക, ശാപേ ശവം, പ്രചണ്ഡ ഘോരമായി, ദുർമുഖ പരുഷമായി സംസാരിക്കുന്നു. വിവർത്തനം: ആ ബ്രാഹ്മണൻ പരുഷമായി സംസാരിക്കുന്നവനും ശപിക്കുന്നവനുമായിരുന്നു. അയാൾ തന്റെ പൂണുകൾ പൊട്ടിച്ച് ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഞാനിപ്പോൾ നിങ്ങളെ ശപിക്കും, കാരണം നിങ്ങളുടെ പെരുമാറ്റം എന്നെ ദുഃഖിപ്പിച്ചു. ശ്ലോകം 63. സംസാര സുഖ തോമര ഹാവുക വിനാശ ശാബശുനി പ്രഭു രചിത്തെ ഹൈല ഉല്ലാസ. ബ്രാഹ്മണൻ മഹാപ്രഭുവിനെ ശപിച്ചു, നിങ്ങൾക്ക് എല്ലാ ലൗകിക സുഖങ്ങളും ഇല്ലാതാകട്ടെ. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ അധികമായ ആനന്ദമുണ്ടായി. ആർക്കെങ്കിലും അങ്ങനെ ആനന്ദം ഉണ്ടാവോ? നിന്റെ എല്ലാം നശിച്ചു പോട്ടെ അല്ലെ? നമ്മുടെ ആൾക്കാരും തിരുവനന്തപുരത്തൊക്കെ നമുക്കറിയാം, വഴക്കുണ്ടാകുമ്പോൾ വയസ്സ് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, സ്ത്രീകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശാപവാക്കുകൾ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ തിരിച്ച് ശപിക്കുക, അങ്ങോട്ട് ചീത്ത പറയാൻ കൂടുതൽ, അത് കുറയില്ല. പക്ഷെ ഇവിടെ മഹാപ്രഭു എന്താ സംഭവിച്ചത്? സന്തോഷം കൂടി. കാരണം സന്യാസിയുടെ ലോക നന്മയ്ക്കായിട്ട് പോകുന്ന ആൾക്ക് ഇതൊക്കെ ഉണ്ടായാലെന്ത് ഇല്ലെങ്കിലെന്ത്. അപ്പൊ അത് മാത്രമല്ല, സാക്ഷാൽ പരമപുരുഷനല്ലേ, ഭഗവാൻ തന്നെ അല്ലേ. സർവ്വതിന്റെ അധിപനായിട്ടുള്ള ഭഗവാന് എന്ത് നഷ്ടം, എന്ത് ലാഭം? പ്രഭു ശബവാർത്ത തേ ശൂനേ ശ്രദ്ധവാൻ ബ്രഹ്മശബ ഹൈദി താര ഹയ പരിത്രണ. ശ്ലോകം 64. ഈ ബ്രാഹ്മണ ശാപത്തെ പറ്റി വിശ്വാസപൂർവ്വം ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ബ്രാഹ്മണീയ ശാപങ്ങളിൽ നിന്നും മുക്തനാക്കപ്പെടും. മഹാപ്രഭുവിന്റെ ഈ ചരിതാമൃതം എന്ന് പറഞ്ഞ അതിദിവ്യമായ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം നമ്മൾ ഭക്തിപൂർവ്വം പഠിച്ച് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ഒരുപാട് നമ്മുടെ കർമ്മഭിന്നകളും ദോഷങ്ങളും ഒക്കെ മാറി ശരിയായിട്ടുള്ള കൃഷ്ണഭക്തിയും കൃഷ്ണപ്രേമവും ഒക്കെ ലഭിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഹയർ സ്റ്റഡീസിന്റെ ഒരു പുസ്തകമാണത്. ഇത് ആ ഒരു വിശ്വാസം ഭക്തിയോടുകൂടി നമ്മൾ മഹാപ്രഭുവിന്റെയും ഗുരുവിന്റെയും കൃപയോടുകൂടി പഠിച്ചു തുടങ്ങിയാൽ, മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പല ദോഷങ്ങളും മാറും. അതിലൊന്നാണ് ഈ പറയുന്ന പല ലീലകളും കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ദോഷങ്ങളിൽ നിന്ന് മോചനം കിട്ടും നമുക്ക്.
ഇതില് ബ്രാഹ്മണശാപം നമുക്കറിയില്ല നമ്മൾ ആരൊക്കെയാണ് എന്താ പറയാ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കറിയില്ല, ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ നമുക്കറിയില്ലല്ലോ. അപ്പോ ഭാവാർത്ഥം, ഭഗവാൻ ഇന്ദ്രിയാതീതനാകയാൽ അവിടുന്ന് ശാപത്തിനോ അനുഗ്രഹത്തിനോ ഒരിക്കലും വിഷയീഭവിക്കുകയില്ലെന്ന് ഒരുവന് ദൃഢവിശ്വാസം ഉണ്ടാവണം. ശാപങ്ങളും യമരാജന്റെ ശിക്ഷയുമെല്ലാം സാധാരണ ജീവജാലങ്ങൾക്ക് മാത്രമായുള്ളതാണ്. ഭഗവാൻ എന്ന നിലയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു അത്തരം ശാപങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അതീതനാണ്. ഒരുവൻ ഭക്തിവിശ്വാസങ്ങളുടെ ഒരു ഈ പരമാർത്ഥം ഗ്രഹിക്കുമ്പോൾ അയാൾ ബ്രാഹ്മണരുടെയോ മറ്റാരുടെയെങ്കിലുമോ ശാപങ്ങളിൽ നിന്ന് സ്വയം മുക്തനാകുന്നു. ഈ സംഭവം ചൈതന്യ ഭാഗവതത്തിൽ പരാമർശിച്ചിട്ടില്ല. ഭഗവാനെപ്പെട്ട് ഒരുപാട് ചൈതന്യ ചന്ദ്രോദയം, അങ്ങനെ കുറെ ചന്ദ്രിക, അങ്ങനെ കുറെ ബുക്കുകൾ അന്നത്തെ ഭക്തന്മാരായിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് ചൈതന്യ ചരിതാമൃതം, ചൈതന്യ ഭാഗവതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇനി ഭഗവാന്റെ ലീലകള് അതിവിസ്തരമായിട്ട് വിസ്തരിച്ച് പറയുന്നതൊക്കെ. അപ്പൊ ഇതാണ് ഭഗവാനിൽ നിന്നും ഭഗവാൻ സാക്ഷാൽ പരമ ദിവ്യത്വ പുരുഷാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. നമ്മളത് പല ശ്ലോകങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാണത്. അപ്പൊ ആ ഭഗവാന് ശപിച്ച ഭഗവാൻ ഒന്നും സംഭവിക്കാനില്ല. അഥവാ അങ്ങനെ ഈ മഹാപ്രഭുവായിട്ട് രൂപത്തിൽ സംഭവിച്ചാൽ പോലും അത് സന്തോഷമുള്ളൂ. കാരണം എന്താ, അദ്ദേഹം സന്യാസം എടുത്ത് പോകാൻ നിൽക്കുന്ന മനുഷ്യനല്ല, സോറി, അദ്ദേഹം ഒരു വ്യക്തിയാണ്. ആ ഒരു അവതാരത്തിൽ മഹാപ്രഭു സാധാരണ മനുഷ്യനെ പോലെ വന്ന ഭഗവാനാണ് ഒരു ഭക്തൻ രൂപത്തിൽ. വെറും മനുഷ്യനല്ല, സാക്ഷാൽ പരമപുരുഷനാണ്, വെറും പുരുഷനല്ല. അപ്പൊ അദ്ദേഹത്തിന് ഇതൊക്കെ ആയിട്ട് സന്തോഷമാണ് തോന്നിയത്. പിന്നെ ഭഗവാൻ അറിയാത്ത ഒരു കാര്യം നടക്കാനും പോകുന്നില്ലല്ലോ. ഇതൊക്കെ ഭഗവാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇതൊക്കെ. മുകുന്ദ കൈലാദണ്ഡ പാരാസാദ ഖണ്ഡിലാഹാര ചിത്തേര സഭ അവസാദ. ശ്ലോകം 65. ശ്രീ ചൈതന്യ മഹാപ്രഭു മുകുന്ദദത്തനെ ശിക്ഷ നൽകി അനുഗ്രഹിക്കുകയും അപ്രകാരം അവന്റെ മനസ്സിന്റെ വിഷാദങ്ങൾ അകറ്റുകയും ചെയ്തു. ഭാവാർത്ഥം, മുകുന്ദദത്തൻ മായാവാദി അവ്യക്തിവാദവാദികളുമായി സംഘം പുലർത്തിയതിനാൽ ഒരിക്കൽ അദ്ദേഹത്തിന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സത്സംഗത്തിൽ പ്രവേശനം നിഷേധിക്കുകയുണ്ടായി. മഹാപ്രഭു തന്റെ മഹാപ്രകാശം പ്രത്യക്ഷമാക്കിയപ്പോൾ അവിടുന്ന് ഭക്തന്മാരെ ഒന്നിനു പുറകെ ഒന്നായി വിളിച്ച് അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. മുകുന്ദദത്തൻ വെളിയിൽ കാത്തു നിൽക്കുന്നതായി ഭക്തന്മാർ ഭഗവാനെ അറിയിച്ചു. പക്ഷേ ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഞാൻ മുകുന്ദത്തിൽ ഉടനെ എങ്ങും പ്രസാദിക്കുകയില്ല. കാരണം അദ്ദേഹം ഭക്തന്മാരുടെ ഇടയിൽ ഭക്തി സേവനം വിശദീകരിക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞുടൻ മായാവാദ തത്വശാസ്ത്രം നിറഞ്ഞ യോഗവാസിഷ്ഠ രാമായണം ശ്രവിക്കുന്നതിന് മായാവാദികളുടെ അടുത്തേക്ക് പോകുന്നു. ഇക്കാരണത്താൽ ഞാൻ അദ്ദേഹത്തിൽ അസംതൃപ്തനാണ്. ഇത് കേട്ട് വെളിയിൽ നിൽക്കുകയായിരുന്ന മുകുന്ദദത്തൻ മഹാപ്രഭു ഇപ്പോൾ തന്നെ അസന്തുഷ്ടനാണെങ്കിലും പിന്നീട് സംതൃപ്തനാകുമെന്ന് ചിന്തിച്ച് അത്യന്തം ആഹ്ലാദിതനായി. പക്ഷേ മുകുന്ദദത്തൻ സ്വന്തം നന്മയ്ക്ക് വേണ്ടി മായാവാദികളുമായുള്ള സഹവാസം ഉപേക്ഷിക്കാൻ പോകുന്നു എന്നറിഞ്ഞ മഹാപ്രഭു സംതൃപ്തനാവുകയും അപ്പോൾ തന്നെ മുകുന്ദദത്തനെ വിളിക്കുകയും ചെയ്തു. അപ്രകാരം അവിടുന്ന് അദ്ദേഹത്തെ മായാവാദികളുടെ സഹവാസത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പരിശുദ്ധ ഭക്തന്മാരുടെ സഹവാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവൻ എന്ന് പറയുമ്പോൾ നമ്മൾ, പ്രത്യേകിച്ചും ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായ മഹാപ്രഭുവിന്റെ അനുയായികൾ ഒരിക്കലും മായാവാദ സിദ്ധാന്തം കേൾക്കാൻ പാടില്ല. മഹാപ്രഭു മായാവാദ ഭാഷ ഹൊയ് സർവനാശ് എന്നാണ് മഹാപ്രഭു പറയണത്. മായാവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം മായയാണ്, ഞാനും നിങ്ങളും ഭഗവാനാണ്, എല്ലാവരും ഭഗവാനാണ്, എല്ലാവരും ഭഗവാനായി തിരികെ, ഇങ്ങനത്തെ ഫിലോസഫിയൊക്കെയാണ് നമ്മൾ പുതിയ മായാവാദം എന്ന് പറയുന്നത്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, ഇതൊക്കെ വേദത്തിലെ മഹാവാക്യമാണെങ്കിലും നമ്മളെല്ലാവരും ബ്രഹ്മം തന്നെയാണ്, എല്ലാ ജീവാത്മാക്കളും ബ്രഹ്മം തന്നെയാണ്. പക്ഷേ എന്താണ്, അതിനു മുകളിൽ പരബ്രഹ്മം എന്നൊരു ആളുടെ ഉണ്ട്, അതാണ് ഭഗവാൻ. പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ വിഭിന്ന അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കളെല്ലാം ബ്രഹ്മവും ആണ്. ഈശ്വരൻ പരമേശ്വരൻ, ബ്രഹ്മം പരബ്രഹ്മം, ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ഫിലോസഫി, നമ്മുടെ അചിന്ത്യ ഭേദാഭേദ തത്വം, നമ്മുടെ സമ്പ്രദായത്തിലെ ഫിലോസഫി അല്ലെ തത്വം, സിദ്ധാന്തം എന്താണ് പറയുന്നത്? ഭഗവാനും ജീവാത്മാവും ഗുണത്തിൽ ഒന്നാണെങ്കിലും അളവിൽ ഒന്നല്ല. എങ്ങനെയാന്ന് വെച്ചാൽ മഹാപ്രഭു തന്നെ പറയുന്നുണ്ടത്, ഒരു കടലിലെ ജലം അല്ലെ, കടൽ ജലത്തിൽ നിന്ന് നമ്മൾ ഒരു കൈക്കുമ്പിൾ ജലം എടുത്തു കഴിഞ്ഞാൽ അത് കെമിക്കലി അല്ലെ, നമ്മള് രാസപരമായിട്ട് നോക്കിക്കഴിഞ്ഞാല് കടലിലെ വെള്ളവും ഈ വെള്ളവും അതിലുള്ള എന്താ പറയാ ലവണങ്ങളും ധാതുക്കളും ഒക്കെ തന്നെ ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ അളവിലാണെങ്കിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈശ്വരന് തന്നെ വിഭിന്ന അംശങ്ങളായിട്ടുള്ള അംശങ്ങളാണ് അല്ലെ, വിഭിന്ന അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കള് ഭഗവാന്റെ നിത്യദാസന്മാരാണ്. ഈ ശരീരം ഉപേക്ഷിച്ച് നമുക്കൊരു എന്താ പറയാ, അത്രയും ഭഗവത് സേവനം ചെയ്ത് നമ്മൾ
ഉയരുമ്പോൾ, ആധ്യാത്മികമായിട്ട് വരുമ്പോൾ നമ്മൾ പോകുന്നത് മോക്ഷത്തിലേക്കല്ല, നമ്മൾ പോകുന്നത് ഭഗവാന്റെ ധാമത്തിലേക്കാണ്. അവ്യക്തിഗത മോക്ഷം എന്ന് പറയുന്നത് ബ്രഹ്മജ്യോതിയിൽ ലയിച്ച് തീരുക, അതോടെയെല്ലാം തീരുകയാണ്. ഒരു വൈഷ്ണവനെ സംബന്ധിച്ച് അതൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. അയാൾക്ക് എപ്പോഴും ഭഗവാന്റെ നാമഗുണ ലീലകൾ പ്രദാനം ചെയ്യാനും ഭഗവാന്റെ സേവനം, പ്രേമോദ സേവനം അനുഷ്ഠിക്കാനുള്ള സാഹചര്യം മാത്രമാണ് ഒരു ഭക്തൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല, അല്ലേ? നപാരമേഷ്ടം, സാർവഭൗമം, ഇതൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. നാഗപത്നിയുടെ പ്രേയസും അതുപോലെ തന്നെ ഈ രണ്ട് സ്ഥലത്ത് ശ്ലോകം വരുന്നുണ്ട്, അല്ലെ? എനിക്ക് വേണ്ടത് ഭഗവാനെ അവിടുത്തെ, എനിക്ക് ബ്രഹ്മാവിന്റെ പദവിയോ അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലത്തിന് ഭരിക്കാനുള്ള ഒരു അവസരമോ ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് സിദ്ധികളൊന്നും അല്ല. എനിക്ക് സാക്ഷാൽ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളെ സദാ സ്മരിച്ചുകൊണ്ട് അവിടുത്തെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായാൽ മതി. എല്ലാ ഭക്തന്മാരുടെയും പ്രാർത്ഥന അതാണ്, അതായിരിക്കണം. അതെനിക്ക് അത് വേണം, ഇത് വേണം, അല്ലെ മോക്ഷം വേണം. മോക്ഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ കൈവല്യം, അല്ലെ? ഇതാണ് ഈ മായാവാദികൾ എന്ന് പറയുന്നവരുടെ ലക്ഷ്യം. എന്താ പറയാ, ഈ അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിച്ചു ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ല ഭഗവാന്റെ സേവനം അനുഷ്ഠിക്കാന്നൊന്നും ഇല്ല. നമുക്ക് പറ്റുമോ ഭഗവാന്റെ സേവനം ചെയ്യാതെ ഒരു ദിവസം നമുക്ക് ഇരിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അതുപോലെ ഈ ജീവിതം ത്യജിച്ചാലും ഭഗവാൻ നമ്മളെ എവിടെ കൊണ്ടിട്ടാലും അവിടെ എല്ലാം നമുക്ക് വേണ്ടതെന്നാണ് കുലശേഖരരോട് പറയുന്നത്. എനിക്ക് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അവിസ്മൃതി ചരണാരവിന്ദേ, അവിടുത്തെ പാദാംബുജങ്ങള് ഒരിക്കലും എനിക്ക് ദിവ്യവാ ഭൂവിവ, എനിക്ക് ഭൂമിയിലായാലും ശരി, നരകത്തിലായാലും ശരി, സ്വർഗത്തിലായാലും എവിടെയായാലും ശരി, എനിക്ക് ഭഗവാന്റെ നാമം സ്മരിക്കണം, ഭഗവാന്റെ ഗുണലീലകൾ കേൾക്കണം, എനിക്ക് ഭഗവാന്റെ സേവനം ചെയ്യണം. അത് മാത്രമാണ് പരമായ ലക്ഷ്യം, അല്ലാതെ വേറൊന്നും അല്ല. കൈവല്യം പോലും എനിക്ക് വേണ്ട. അതിൽ ഒരു രസമില്ല അതിന്. ഭഗവാന്റെ സാമീപ്യോ, ഭഗവാന്റെ അടുത്ത് പോയി സേവ ചെയ്യാനോ എന്നുള്ള ഒരു സാഹചര്യം ഇല്ല അതിൽ. അതുകൊണ്ട് ഈ മായാവാദം എന്താ പറയാ വന്ന് പ്രചരിപ്പിച്ച സാക്ഷാൽ പരമശിവൻ തന്നെയാണ് നമ്മുടെ പ്രചരിപ്പിച്ചത്, ശ്രീ ശങ്കരാചാര്യ രൂപത്തിൽ, അല്ലെ? ദേവിയോട് പത്മപുരാണത്തില് ദേവിയോട് ശിവൻ പറയുന്നുണ്ട്, മായാവാദം അശാസ്ത്രം പ്രച്ഛന്നം ബോധ്യമുച്ചതേ മയ്യേവ വിഹിതം ദേവി കലോ ബ്രാഹ്മണമൂർത്തിന. ഞാൻ കലിയുഗത്തില് ബ്രാഹ്മണ രൂപത്തിൽ വരും, എന്നിട്ട് ഇങ്ങനെ ഒരു ഫിലോസഫി, മായാവാദം അസത്ശാസ്ത്രം. അസത്ത് എന്ന് പറഞ്ഞാൽ അസത്ത്, അല്ലെ? സത്തിന്റെ വിപരീതമാണ് അസത്ത്. അതിന് പലരും വേറെ വലിയ വ്യാഖ്യാനം കൊടുക്കാം. പക്ഷെ അസത്ത് എന്ന് പറയുന്നതാണ് നമ്മൾ എപ്പോഴും കുട്ടികളൊക്കെ പറയില്ലേ അസത്ത് എന്ന് പറയല്ലേ. അസത്ത് എന്ന് വെച്ചാൽ സത്യന്റെ ഓപ്പോസിറ്റ്, നല്ലതല്ല എന്നർത്ഥം. അപ്പൊ മായാവാദം നല്ലതല്ല എങ്കിൽ പോലും അദ്ദേഹം ഇവരെല്ലാം ഭഗവാന്റെ എന്താ പറയാ നിർദ്ദേശാനുസരണം ഓരോ ലീലകളിൽ വന്ന് പങ്കെടുക്കുന്നവരാണ്, ഭഗവാന്റെ ഭക്തന്മാരായതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ ഭക്തന്മാരെ ഇങ്ങനെ ഭഗവാൻ പല സാഹചര്യങ്ങളിലും ഇങ്ങനെ അയക്കാറുണ്ട്, അവതാര രൂപങ്ങൾ, മഹാപുരുഷന്മാരായിട്ടൊക്കെ. അപ്പൊ അവർക്ക് സത്യം, പരമസത്യം അറിയാമെങ്കിലും അവർക്ക് ഒരു നിശ്ചിത അളവുള്ള കാര്യങ്ങൾ മാത്രമേ എന്താ പറയാ പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ പുറത്ത് കാണിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അനുവാദം ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ആചാര്യന്മാർ അവരുടെ ഫിലോസഫി അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡ്യൂട്ടി ചെയ്തിട്ട് അവർ പോവാണ്. എങ്കിലും ശങ്കരാചാര്യ പറയുന്നുണ്ടല്ലേ അവസാനം ഭഗവാനെ തന്നെ, അല്ലെ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല. ഞാനും ഭഗവാനാണ്, അവനും ഭഗവാനാണ്, ആ ഒരു അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്വമസി ഇതൊക്കെ നമ്മൾ പറയുന്നത്, ഇതിനൊക്കെ അർത്ഥം വേറെയാണ് ശരിക്കും. പക്ഷെ പരബ്രഹ്മം ഒന്നാണെന്നുള്ള ഒരു ഇതിലായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫിലോസഫി നമ്മളിപ്പം പലയിടത്തും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ പലയിടത്തും നമുക്കിപ്പോൾ റീൽസ് ആയിട്ട് പലതുമായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വഴിതെറ്റി പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അതുകൊണ്ടാണ് പറയുന്നത് കലിയുഗത്തില് ബോണഫൈഡ് സമ്പ്രദായമുണ്ട്, ആതന്റിക് ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള ആ സമ്പ്രദായങ്ങളുള്ള ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് മാത്രമേ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോ ഒരു എന്താ പറയാ മെഡിസിനെ പറ്റിയുള്ള കാര്യം പഠിക്കാൻ നമ്മൾ എന്താ പറയാ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ അതോറിറ്റി ആയിട്ട് പോയി ചോദിക്കും, അല്ലെ? നമുക്ക് റെയിൽവേയുടെ കാര്യം റെയിൽവേയുടെ അതോറിറ്റി ഓഫീസിൽ നമ്മൾ അന്വേഷിക്കും, അല്ലാതെ അതിൽ വെബ്സൈറ്റ് നോക്കാം, അല്ലാതെ നമ്മൾ വേറെ എവിടെ നോക്കിയിട്ട് നമുക്ക് കിട്ടും, നമുക്കില്ല. ഇപ്പൊ ഏതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതുമായിട്ട് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്ഥലത്താണ്, അല്ലെങ്കിൽ അതിന്റെ ആധികാരിക സ്രോതസ്സിൽ നമ്മൾ പോകേണ്ടത്. എന്ന് പറയും പോലെ ഭഗവാനെ പറ്റി ഭഗവാന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച, ഭഗവാൻ എന്താണോ പറഞ്ഞത് അത് അതുപോലെ തന്നെ പരമ്പര വഴി കൈമാറി കൊടുക്കുന്ന ആ ഗുരുശിഷ്യ പരമ്പരയിൽ തന്നെ നമ്മൾ വന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ സത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോവും. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഭഗവാന്റെ എത്തി, ഇനി നമ്മൾ പലതും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അതാണോ ഇതാണോ ആകെ കൺഫ്യൂഷൻ, നമുക്ക് സമയമില്ല. കൺഫ്യൂഷൻ ആവാനും പിന്നെ ക്ലിയർ ചെയ്യാനും പിന്നെയും കൺഫ്യൂഷൻ ആണെന്ന് നമുക്ക് സമയമില്ല. എപ്പോഴാണ് മണി അടിക്കുന്ന പറയാൻ പറ്റില്ല നമുക്ക്, അല്ലേ? നമ്മൾ തിരുവനന്തപുരത്ത് പറയും 4 അടിക്കാൻ 4 നാഴിയുള്ളെന്ന് പറയും പോലെ, അല്ല 5 അടിക്കാൻ 4 നാഴിയുള്ളെന്ന് പറയും പോലെ നമുക്ക് അറിയാം എപ്പോഴാണ് നമ്മൾ മരിച്ചു പോകണമെന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. പരിശുദ്ധ മഹാരാജാവിനാണെങ്കിൽ അറിയാം 7 ദിവസം കൊണ്ട് പോകുമെന്ന് അറിയാം, നമുക്കറിയില്ല ഏത് നിമിഷമാണെന്ന് സംഭവിക്കുന്നത്, നമുക്കറിയില്ലേ? നമ്മൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി സംസാരിച്ചിട്ട് പോകുന്ന ആൾക്കാർ നാളെ രാവിലെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് വരുന്നതാണ്, ഇന്ന ആള് മരിച്ചുപോയി, നമുക്കൊക്കെ പോകും, അല്ലേ?
അതുകൊണ്ട് നമ്മളും നമുക്കറിയില്ല നാളെയാണ് എന്നാണ് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് കടന്നത്. അപ്പൊ നമുക്ക് സമയമില്ല. കലിയുഗത്തിൽ വളരെ മന്ദാസമന്തമതയോ അല്ലെ ബുദ്ധിയും ആയുസും ഒക്കെ കുറവാണ്, ഭാഗ്യമൊക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. മഹാപ്രഭു വന്ന് അദ്ദേഹത്തിന്റെ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ജ്ഞാനം യുഗധർമ്മം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അനുഷ്ഠിക്കുക മാത്രം നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ വേറെ നമ്മൾ ഇതിനെ സ്വയം കണ്ടുപിടിച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്നൊക്കെ നടന്നു നമ്മുടെ ടൈം വേസ്റ്റ് ആവും. ലാസ്റ്റ് ബെല്ല് അല്ലേ, ചില കണ്ടിട്ടില്ലേ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു ബെല്ലടിക്കും, എന്നിട്ട് ഈ ബെല്ല് മുതൽ അടുത്ത ബെല്ലാണ് നിങ്ങൾക്ക് എത്ര ചില ഓഫറുകൾ അങ്ങനെ ആ ബെല്ലിനുള്ളിൽ എടുക്കണം നമ്മൾ, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കൊരു ഓഫർ ഫസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞു, സെക്കൻഡ് ബെല്ല് എപ്പോൾ അടിക്കും നമുക്ക് അറിയില്ല. അപ്പൊ സെക്കൻഡ് ബെല്ല് അടിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ ഗിഫ്റ്റ് ഇവിടെ നിന്ന് വാരം. ഗിഫ്റ്റ് എന്താണ്? ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തനം. ഇതാണ് നമ്മൾ കിട്ടിയ ഈ ഹരിനാമ സങ്കീർത്തനം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. ഇത് സാക്ഷാൽ നമ്മൾ പറയുമ്പോൾ ഹരേ കൃഷ്ണക്കാരുടെ ഹരേ കൃഷ്ണ മാത്രം അല്ല, ഹരേ കൃഷ്ണക്കാരുടെ പ്രോഡക്റ്റ് ഒന്നും അല്ല ഇത്. ഹരേ കൃഷ്ണക്കാർ അത് പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അവകാശപ്പെട്ട, എല്ലാവർക്കും പറയാം, എല്ലാവർക്കും ജപിക്കാം, എല്ലാവർക്കും പ്രചരിപ്പിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മഹാപ്രഭു അവരെ അത്രയധികം ഇഷ്ടപ്പെടുന്ന പറ. ഹരിനാമം ആരൊക്കെ പ്രചരിപ്പിക്കുന്നു അവരെ ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവരെന്നാണ് പറയുന്നത്. അപ്പോ ഈ കലിയുഗത്തിന്റെ ധർമ്മമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം അത് ജപിച്ച് ഈ പരമ്പരയിലുള്ള ആചാര്യന്മാർ പറഞ്ഞത് നമ്മൾ അതുപോലെ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് എന്താ പറയാ ഫോളോ ചെയ്താൽ മാത്രം മതി. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, പെട്ടെന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടായി, അവിടെ ഒരു ബോട്ട് ലൈഫ് ബോട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടെ ഉണ്ട്. നമ്മൾ അതിർത്തിട്ടിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായ സ്ഥലത്ത് എത്തണോ അതോ നമ്മൾ ഇല്ല ഞാൻ അവിടെ കാട്ടിൽ പോയി മുള വെട്ടിക്കൊണ്ടുവന്ന് ചങ്ങാടം ഉണ്ടാക്കി തുഴഞ്ഞ പോകെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം തന്നെ വേസ്റ്റ് ആവും. ബാക്കിയുള്ള ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവര് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തും. അതുപോലെ നമ്മുടെ ആധ്യാത്മിക ജീവിതം രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ആധ്യാത്മികമായിട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ഒരു ചങ്ങാടം നമ്മുടെ കിട്ടിയിട്ടുണ്ട് അല്ലെ, ഒരു ബോട്ട് കിട്ടിയിട്ടുണ്ട് രക്ഷപ്പെടാനായിട്ട്, അതിൽ കയറി നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടോളും. സമയമില്ല, അടുത്ത ബെല്ല് എപ്പോഴും നമുക്കറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ അപ്പോ ഇവിടെ അദ്ദേഹം ഇത് കേൾക്കാൻ പോകുന്നുണ്ടായിരുന്നു, മോദദത്ത ഭക്തന്മാരുടെ കൂടെ. നമ്മുടെ ആൾക്കാർ ചിലർ അങ്ങനെയാണ്, കുറെ ആൾക്കാർ എനിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെയൊക്കെ വരും, കീർത്തനം ചെയ്യും, പ്രസാദ സർവീസ് ഒക്കെ ചെയ്യും, പിന്നെ അടുത്ത് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്ക് അവർ വീണ്ടും പോകും. പഴയ സ്വഭാവങ്ങളൊന്നും അവർക്ക് മാറ്റിവെക്കാൻ പറ്റാതെ പലതും അന്വേഷിച്ച് അവരുടെ ഒരു വാസനയാണ്, പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മൂന്നകത്ത് ഭഗവാനെ പറ്റിയും പറയും, അവിടെ പോയിട്ട് എന്താ പറയുക ഈ മായാവത പ്രസംഗം കേൾക്കാനും പോകും. അങ്ങനെ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഉന്നതി തടസ്സപ്പെടുന്നു എന്ന് കണ്ടിട്ട് മഹാപ്രഭു അത്രയും ഒരു എന്താ പറയാ ഒരു കാരുണ്യം കാണിക്കാതിരുന്ന, അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ശാസന നൽകുന്ന അതുകൊണ്ടാണ്. ഈ മഹാപ്രകാശ ലീല എന്ന് വളരെ മനോഹരമായിട്ടുള്ള ലീലയാണ്. മഹാപ്രഭു ഒരിക്കലും ആ ആസനത്തിൽ ഇരുന്നിട്ട് സ്വന്തം പ്രകാശം സ്വന്തം ആ ഒരു ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണോ സ്വന്തം എന്താ പറയാ വിശ്വരൂപം കാണിച്ചു കൊടുത്ത് ഭഗവാനാണെന്ന് അവിടെ സ്ഥാപിക്കുന്നത്, അതുപോലെ തന്നെ ശ്രീചൈതന്യ മഹാപ്രഭു ലീലയിൽ സ്വയം ഭഗവാന്റെ ആ ഒരു എല്ലാ ശക്തിവിശേഷങ്ങളും പുറത്തോട്ട് കാണിക്കും. പല പല അന്തരംഗ ഭക്തന്മാരും ഭഗവാൻ പേരോട്ട് വിളിക്കും. ഭഗവാൻ വിളിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരെ വരെ ഭഗവാൻ വിളിക്കും. കൂടെ ഉണ്ടായിരുന്നവർക്ക് അറിയില്ല ഇവർ ആരൊക്കെയാണ്, അപ്പോഴും അവിടെ ഇല്ലാത്ത ആൾക്കാരാണ്, പല ഭാഗത്ത് പിന്നീട് മഹാപ്രഭുവായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെ മഹാപ്രഭു പേര് വിളിക്കും. ഗംഗാദാസ് പണ്ഡിറ്റ്, അതുപോലെ ഹരിദാസ് ഠാക്കൂർ, അങ്ങനെ ഇവരൊക്കെ വിളിക്കുകയാണ്. എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്, അങ്ങനെ പല പല മഹാഭക്തന്മാരെ, ഇവർക്കൊക്കെ അറിയാത്ത ഭക്തന്മാരെ വരെ മഹാപ്രഭു വിളിക്കുന്നുണ്ട്. ഇവർക്ക് അതിശയമാവും, അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ മൗനദത്ത വെളിയിൽ ഇങ്ങനെ കാത്തിരുന്നു, എന്നെയും വിളിക്കും. പക്ഷെ മഹാപ്രഭു വിളിച്ചില്ല. മഹാപ്രഭു അപ്പോൾ ഈ മായാവാദം കേൾക്കുന്നവരെ മഹാപ്രഭുവിന് അത്ര ഇഷ്ടമല്ല. ഇത് വേറൊന്നും കൊണ്ടല്ല, ഈ ജീവാത്മ നശിച്ചു പോകുമല്ലോ, അതുകൊണ്ട് ചെയ്യരുത് എന്നാണ് മഹാപ്രഭു ഇവിടെ നിഷ്കർഷിക്കുന്നത്. മായാവാദ ശാസ്ത്രം കേട്ടിട്ട് എന്താ പറയാ ഈ കിട്ടിയ ആത്മീയത കൂടെ കഴിയുന്ന ഇപ്പൊ നമ്മൾ എന്താ പറയാ നമ്മുടെ കയ്യിൽ എന്താ ഉത്തരത്തിലുള്ളത് കിട്ടുകയില്ല, കഷ്ടത്തുള്ള പോവുകയും ചെയ്യുന്ന പറഞ്ഞ അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് നമ്മൾ പരിപാലിച്ച് നമുക്കൊരു നൗക, ഒരു ബോട്ട് നമുക്ക് കിട്ടിയ ആ ബോട്ടിൽ കയറി നമ്മൾ യാത്ര ചെയ്യാൻ എത്രയും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ ബോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ ആദ്യം ബോട്ടിന്റെ അല്ലെങ്കിൽ വള്ളത്തിന്റെ കെട്ടഴിച്ചു വിടണം. ഈ കെട്ടുകളാണ് കാമക്രോധ ലോഭ മത മത്സരങ്ങൾ, വൈഷ്ണാപരാധം, ഇങ്ങനെ അനർത്ഥങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. ഈ അനർത്ഥങ്ങളെല്ലാം നമ്മൾ അനർത്ഥങ്ങളാന്ന് വള്ളിക്കെട്ടുകൾ അഴിച്ചു കളഞ്ഞാൽ മാത്രമേ ബോട്ട് തുഴഞ്ഞാലും, അല്ലെങ്കിൽ തുഴഞ്ഞു കഴിഞ്ഞ് നാളെ നേരം വെളുത്താലും ബോട്ട് അവിടെ തന്നെ ഉണ്ടാവും, അത് അവിടത്തേക്കും അങ്ങോട്ട് നീങ്ങില്ല. എന്താ പറയാ മഞ്ച് തിരുനക്കര തന്നെ നമ്മൾ മലയാളത്തിൽ പറയില്ല, അതുപോലത്തെ അവസ്ഥയാണ്. തുഴഞ്ഞു കഴിഞ്ഞ് പിറ്റേ സ്ഥലം മഞ്ച് അവിടെ തന്നെ നിൽക്കും. കാരണം ഈ കെട്ടുകൾ അവിടെ കിടക്കുകയാണ്. ഈ കെട്ടുകൾ അഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ, അത് പെട്ടെന്ന് പറ്റില്ല. നമ്മൾ ഈ നാമസങ്കീർത്തനം കൊണ്ടോ അല്ലെ നാമജപം കൊണ്ട് തന്നെ അത് പതുക്കെ മാറി നമുക്ക് ഒരു ദിവസം നമുക്ക്
പരിശുദ്ധ ഭക്തി ലഭിക്കുകയും നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് ശരീരം ഉപേക്ഷിക്കുമ്പോൾ തന്നെ വേറൊരു ശരീരത്തിലേക്ക് കയറാതെ തന്നെ ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനും പറ്റും. അടുത്തത് ശ്ലോകം 66. ആചാര്യ ഗോസാനിരേ പ്രഭു കരെ ഗുരു ഭക്തി തഹാതെ ആചാര്യ ബഡ ഹയ ദുഃഖമതി. വിവർത്തനം. മഹാപ്രഭു അദ്വൈതാചാര്യനെ തന്റെ ആധ്യാത്മിക ഗുരു എന്ന പോലെ ബഹുമാനിച്ചു. ഭഗവാന്റെ അത്തരത്തിലുള്ള പെരുമാറ്റം അദ്വൈതാചാര്യനെ വളരെയധികം ദുഃഖിപ്പിച്ചു. അദ്വൈതാചാര്യരാണ് മഹാപ്രഭു വരാനായിട്ടുള്ള കാരണം. എല്ലാവർക്കും അറിയാലോ അല്ലെ. അദ്വൈതാചാര്യര് ഈ ലോകത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ദുഃഖിച്ച്, അറിയാം ഭഗവാൻ വരുമെന്നറിയാം, പക്ഷെ എത്രയും ലേറ്റ് ആവുന്ന ഭഗവാനെ എത്രയും വേഗം വരുമെന്ന് പറഞ്ഞിട്ട് തുളസിയും ഗംഗാജലവും കൊണ്ട് സാലഗ്രാമ പൂജ ചെയ്ത് ബോക്സമത്തെ ഹുങ്കാര ശബ്ദം പുറപ്പെടുവിക്കുന്നു പറയണം. ഹും ഹും എന്നുള്ള ആ ശബ്ദം സാക്ഷാൽ വൈകുണ്ഠത്തിലൊക്കെ എത്തുന്നതാണ് പറയണം. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അദ്വൈതരുടെ ആ ഒരു പ്രാർത്ഥനയും നിത്യപൂജയും കൊണ്ടാണ്. പക്ഷെ അപ്പൊ ആചാര്യനെക്കാളും ഭഗവാനെക്കാളും ആചാര്യർക്ക് ഒരുപാട് പ്രായമുണ്ട്. നമുക്ക് ആ ഫോട്ടോയിലൊക്കെ അറിയാം. അദ്വൈതരുടെ ഫോട്ടോ ആണ് പറയാം അല്ലെ. ഒരു മഹാപ്രഭുവിന്റെ മുത്തച്ഛന്റെ പ്രായമൊക്കെ ഉള്ള ഒരു ഇതിലാണ് കാണിക്കുന്നത്. അത് മഹാപ്രഭു അവതരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു 80-ലധികം വയസ്സുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അപ്പോ മഹാപ്രഭു ഇതിന് വളരെ റെസ്പെക്ട് ആയിട്ടാണ് പെരുമാറുക എപ്പോഴും. പക്ഷെ ഇത് പരമപുരുഷനുള്ള ഭഗവാനാണെന്ന് അറിയാം. പക്ഷെ ഭഗവാൻ തന്നെ ഇത്രയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത് കാണുമ്പോൾ ഇതിന് അതൊരു കംഫർട്ടബിൾ അല്ല. ഒരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ട് അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഭഗവാനല്ലേ ഇദ്ദേഹം എന്നുകൊണ്ട്. അതിന് വേറെ മഹാപ്രഭു ഇതിനെ ബഹുമാനിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഭംഗീകരി ജ്ഞാന മാർഗ കൈല വ്യാഖ്യാന ക്രോധാവേശ പ്രഭു താരേ കൈലാവജ്ഞാനഹം. വിവർത്തനം. അതിനാൽ അദ്ദേഹം ജ്ഞാനയോഗം വ്യാഖ്യാനിക്കാൻ ആരംഭിക്കുകയും ഇതിൽ കുപിതനായ മഹാപ്രഭു അദ്ദേഹത്തെ അനാദരിക്കും വിധം പെരുമാറുകയും ചെയ്തു. 68. തവേ ആചാര്യ ഗോസായിര ആനന്ദ ഹൈല ലജിത ഹൈയ പ്രഭു പ്രസാദ കരില. വിവർത്തനം. അപ്പോൾ അദ്വൈതാചാര്യൻ അത്യധികം സന്തോഷിച്ചു. അത് മനസ്സിലാക്കി മഹാപ്രഭു ഏറെക്കുറെ ലജ്ജിതനായി. എങ്കിലും അവിടുന്ന് അദ്വൈതാചാര്യന് തന്റെ അനുഗ്രഹം നൽകി. ഭാവാർത്ഥം. ഇതിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മഹാപ്രഭു അദ്വൈതാചാര്യരെ ഇത്രയധികം ബഹുമാനിച്ചിരുന്നത്. ഈശ്വരപുരിയുടെ ആധ്യാത്മിക ഗുരുവായിരുന്ന മാധവേന്ദ്രപുരിയുടെ ശിഷ്യനായിരുന്നു അദ്വൈതാചാര്യർ. അതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരുവായ ഈശ്വരപുരി അദ്വൈതാചാര്യന്റെ ദൈവ സഹോദരനായിരുന്നു. ഈ അടിസ്ഥാനത്തിൽ ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യനെ തന്റെ ഗുരുതുല്യനായി കരുതി. പക്ഷേ ഈ പെരുമാറ്റം മഹാപ്രഭുവിന്റെ നിത്യദാസനാകാൻ ആഗ്രഹിക്കുന്ന അദ്വൈതാചാര്യന് ഈ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല. മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരുവാനല്ല, ദാസനാകാനായിരുന്നു അദ്വൈതപ്രഭുവിന്റെ ആഗ്രഹം. അതിനാൽ അദ്ദേഹം ഭഗവാനെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അദ്ദേഹം കുറെ ഭാഗ്യവാന്മാരായ മായാവാദികളുടെ മധ്യത്തിൽ ജ്ഞാനയോഗം വിശദീകരിക്കാൻ ആരംഭിച്ചു. ഇത് കേട്ട മഹാപ്രഭു അത്യന്തം കുപിതനാവുകയും തക്ഷണം അവിടേക്ക് ചെന്ന് അദ്വൈതാചാര്യരെ അടിക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്വൈതാചാര്യൻ അപ്പോൾ തന്നെ വളരെ സന്തോഷമായി നൃത്തം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, എന്റെ അഭിലാഷം ഇപ്പോൾ സഫലമായി. മഹാപ്രഭു ഇതുവരെ ആദരവോടെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം എന്നോട് അനാദരവ് കാട്ടി. ഇതെനിക്ക് ലഭിച്ച അനുഗ്രഹമാണ്. അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം അത്രമേൽ വലുതായതിനാൽ എന്നെ മായാവാദികളുടെ കാര്യങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രസ്താവന ശ്രവിച്ച മഹാപ്രഭു ഏറെക്കുറെ ലജ്ജിതനായി. എങ്കിലും അവിടുന്ന് അദ്വൈത പ്രഭുവിൽ സംപ്രീതനായി. അപ്പോൾ ഇത് ബഹുമാനിക്കാനുള്ള കാരണം എന്താണ്? ഈശ്വരപുരി ആണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരു അല്ലെ, എല്ലാവർക്കും അറിയാതെ. അപ്പൊ ഈശ്വരപുരിയുടെ ഗുരുവായിരുന്നു മാധവേന്ദ്രപുരി. ഈ മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് അദ്വൈതാചാര്യൻ. എന്ന് പറയുമ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുവിന്റെ ഗോഡ് ബ്രദർ അല്ലെങ്കിൽ എന്താ പറയാ, ആത്മീയ സഹോദരനായിരുന്നു. അപ്പൊ നമ്മുടെ ഗുരുവിന്റെ ആത്മീയ സഹോദരൻ ഗോഡ് ബ്രദറിനെ നമ്മൾ എപ്പോഴും ഗുരുവിനെ കാണുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ആദരിക്കുക ബഹുമാനിക്കുകയാണെന്നുള്ളൊരു പ്രധാന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ ഗുരു ഈ ഗുരു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പ്രശ്നം പല മത്സരങ്ങളും ഉണ്ടാവുന്നതിന് പകരമായിട്ട് സ്വന്തം ഗുരുവിനെ എത്രത്തോളം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു, അതേപോലെ തന്നെ ഗുരുവിന്റെ ആത്മീയ സഹോദരന്മാരെ നമ്മൾ ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യണം. അപ്പൊ നമ്മുടെ ഗുരുവിന് അത് കാണുമ്പോൾ വളരെ സന്തോഷം കൂടുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ബഹുമാനം ഉള്ളത് കൊണ്ടാണ് മഹാപ്രഭു അദ്വൈതാചാര്യരുടെ ഇത്രയും ബഹുമാനത്തിൽ പ്രായം, പിന്നൊന്ന് ഇദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷൻ, ഗുരുപരമ്പരയുള്ള ആ ഒരു പൊസിഷൻ അല്ലെ എന്ന് പറയും പോലെ
അദ്ദേഹം അത്രയധികം ബഹുമാനിച്ചത്. അപ്പം അദ്വൈതർക്ക് അറിയാം ഇദ്ദേഹം ഭഗവാനല്ലേ. ഭഗവാൻ വന്ന് നമ്മൾ എത്രയും അധികം എന്ത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഭഗവാൻ നമ്മുടെ അടുത്തായിട്ട് ഇങ്ങനെ പെരുമാറിയാൽ നമുക്ക് തോന്നൂല ഈ ഭഗവാൻ വന്നിട്ട് തന്നെ ഇങ്ങനെ നമുക്കറിയാം സീനിയർ ഡ്യൂട്ടി നമ്മൾ വന്നിട്ട് ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ നമുക്കൊരു അല്ലെ ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. ഇത്തിരി ഒരു സീനിയർ ഡ്യൂട്ടി എന്നെ സെർവ് ചെയ്യുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്ന് പറയുമ്പോൾ സ്വയം ഭഗവാൻ വന്നിട്ട് എങ്ങനെ സേവിക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ഭഗവാന്റെ ആ ഒരു ബഹുമാനം ഇല്ലാതാക്കാനും ഭഗവാൻ കുറച്ച് മര്യാദ വിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി മായാവാദം അറിയാം എന്ത് ചെയ്താൽ ഭഗവാൻ ദേഷ്യം വരും അറിയാം. അങ്ങനെ ഈ മായാവാദികൾ അസോസിയേറ്റ് സംഘം അല്ലെ മായാവാദികളുടെ സംഘം എടുക്കാൻ പോയപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ മഹാപ്രഭു പോയി അടിക്കുകയും അദ്ദേഹത്തിനെ അടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അദ്ദേഹത്തിന് വളരെയധികം ആനന്ദം നിർവൃതി ഉണ്ടായെന്നാ പറയുന്നത്. ഇത് നമ്മുടെ സാധാരണ ഒരു നിലവാരത്തിൽ നിന്ന് ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട്. ശരിക്കും ഗുരു ഗൗരംഗ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു കാരണം അതൊക്കെ നമ്മൾ കാണുന്ന സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നേരെ വിപരീതമാണ് ഇതൊക്കെ. ശരിക്കും ഒരു വൈഷ്ണവർ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ നാമമാധുര്യം ഭഗവാന്റെ ലീലാമാധുര്യം ഒക്കെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ സാധാരണ ആൾക്കാർക്ക് ഇങ്ങനെയൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെ അടിക്കാമോ എന്നൊക്കെ അങ്ങനെ ഈ ഭഗവാൻ ചെയ്യുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ആരൊക്കെ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ സേവനം ഗുരുവിന്റെയും ഗുരുപരമ്പരയുടെയും മറ്റും ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന നാമം ജപിക്കുന്നോ അവർക്ക് മാത്രമേ മഹാപ്രഭു സാക്ഷാൽ കൃഷ്ണനാണ് മനസ്സിലാക്കി ഈ കാര്യങ്ങളെല്ലാം ഇതിന്റെയൊക്കെ അന്തസത്ത മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമുക്ക് ആനന്ദിക്കാനും പകർത്തുവാനും നമുക്ക് ജീവിതത്തിന്റെ അവസാനം ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്കും ഭഗവാൻ ധാമത്തേക്കുള്ള പ്രവേശനം ലഭിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ലഭിക്കും. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ ഇവിടെ 68 നമ്മൾ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആരുമില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമുക്ക് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആവാം. നമുക്കൊരു 6 മിനിറ്റ് ഉണ്ട് ബാക്കി. എന്നീ പറഞ്ഞ ടോപ്പിക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ പോയിന്റ്സ് ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ആവാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നിർത്താം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. മഹാപ്രഭു की श्री चैतन्य शतावती श्रील प्रभुपाद की जय. ജയ്. ഗുരു